ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അങ്ങനെ കാത്തിരുന്ന് നമ്മളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഇത്രയും കാലം പരീക്ഷയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് ആ ടൈം ടേബിൾ ഇങ്ങ് വരാത്തതുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നാളും തീയതിയും ഒക്കെ എന്തായിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഡിസംബർ മാസം 12-ാം തീയതി വ്യാഴാഴ്ചയാണ് ഇംഗ്ലീഷിൻ്റെ എക്സാം. 80 മാർക്കിൻ്റെ 6 ചാപ്റ്റേഴ്സുള്ള 6 ഗ്രാമർ ടോപ്പിക്കുള്ള വലിയൊരു പരീക്ഷയാണത്. ഒരു കാരണവശാലും നിങ്ങൾ ആ സബ്ജക്റ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ പരീക്ഷയിൽ പാസ്സാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ A+ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ എക്സാം നവംബർ 11-ന് മാത്തമാറ്റിക്സ് ആണ്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും നവംബർ 10-നും 9-നും ഈവൻ 8-ാം തീയതി പോലും മാത്സ് ആണ് പഠിക്കുക. അതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഡു കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് സബ്ജക്റ്റ്. പക്ഷേ 11-ാം തീയതി മാത്സിൻ്റെ എക്സാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം കൊണ്ട് നിങ്ങൾക്കൊരു കാരണവശാലും 12-ാം തീയതിയിൽ ഇംഗ്ലീഷ് എക്സാമിന് A+ ലെവലിൽ പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് സിലബസ് എന്ന് നോക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, യൂണിറ്റ് 3-യും യൂണിറ്റ് 4-ഉം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പരീക്ഷയ്ക്കുണ്ട്. 6 ചാപ്റ്റേഴ്സ്. ഏതൊക്കെയാണത്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, സ്കോളർഷിപ്പ് ജാക്കറ്റ്, ദ നെവർ നെസ്റ്റ്, പോയട്രി. ഈ 6 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ എക്സാമിന് പഠിക്കാനുള്ളത്. അഗെയിൻ 6 ചാപ്റ്റേഴ്സിൻ്റെ കൂടെ 6 ഗ്രാമർ ടോപ്പിക് കൂടെ ഉണ്ട്. ഏതൊക്കെയാണത്? റിപ്പോർട്ടഡ് സ്പീച്ച്, കോൺവെർസേഷൻ കംപ്ലീഷൻ, എഡിറ്റിംഗ്, പ്രപ്പോസിഷൻ, നൗൺ ഫ്രേസ് ആൻഡ് വേർബ് ഫ്രേസ്. സോ ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, സർ നമുക്ക് ഈ പഠിക്കാനുള്ള 6 ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അതിന് എൻ്റെ കയ്യിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. 2 പോയംസ് നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി. സർ മനസ്സിലായില്ല? എടാ, നമുക്ക് 2 പോയംസല്ലേ പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനും പോയട്രിയും. ആ 2 പോയംസിന്ന് കൂടെ നിങ്ങൾക്ക് മാക്സിമം വരാൻ പോകുന്നത് 10 മാർക്കാണ്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. 5 മാർക്ക് കോംപ്രിഹെൻഷനും 5 മാർക്ക് അപ്രിസിയേഷനും. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഈ 10-ൽ ഒരു 5 മാർക്ക് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ, നിങ്ങൾ ആ പോയിംസ് വായിച്ചു എന്നുള്ളൊരു ഓർമ്മ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ, 6 ചാപ്റ്റേഴ്സ് ഇല്ല, ടെക്നിക്കലി 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഗംഭീരമായി പഠിക്കേണ്ടത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ്, നെവർ നെസ്റ്റ്. വീണ്ടും ചോദ്യം, സർ അതിലേത് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഐ അബ്സല്യൂട്ട്ലി ഹാവ് നോ ഐഡിയ. കാരണം ഞാനിവിടെ ഒരു പ്രഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് വലിയ റിസ്ക് ആണ്. അതിന് പകരം നമുക്ക് സേഫർ സൈഡ് ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങളുടെ 40 മാർക്കിൻ്റെ ചോദ്യം വരാനുള്ളത്. 20 മാർക്ക് ഗ്രാമറിനാണ്, 40 മാർക്കിന് ഡിസ്കോഴ്സുകളിൽ നിന്നാണ്, ആൻഡ് 20 മാർക്ക് കോംപ്രിഹെൻഷനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കിയാലും ഈ 4 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ 40+ മാർക്ക്, ഗ്രാമർ കൂടാതെ, ഗ്രാമർ 20 മാർക്ക് വേറെയുണ്ട്, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ ഏറ്റവും നല്ലത് ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സിലെ ഡിസ്കോഴ്സുകൾ വളരെ തറവായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഓരോ ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് വായിക്കണം. ആൻഡ് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, പരീക്ഷയുടെ തലേന്ന് ഈ പറയുന്ന കലാപരിപാടി നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ ഓരോ ദിവസവും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, ഗ്രാമറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ചോദ്യം, സർ ഗ്രാമറിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ റൂള് പഠിച്ചു പോകണോ, അല്ലെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീഷനിൽ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കുന്നു പഠിച്ചു പോകണോ? അതിനി പ്രസക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നേരെ മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, 2024 ക്രിസ്മസ് എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഉറപ്പായിട്ടും അതിനു മുമ്പ് നടന്ന ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഒരു ശുപാർശ കൊടുത്ത് അത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കിട്ടി, പുള്ളിക്കാരൻ ഒരു കത്തൊക്കെ എഴുതി തിരിച്ചയച്ച് പാർസലാക്കി. ഇല്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്ലിക്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി എളുപ്പത്തിന് 2023, 2022, 2019 ഈ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോർ ഇതിനിടയ്ക്ക് 2020-21 ആ 2 വർഷവും കൊറോണ കാരണം എന്ത് നടന്നിട്ടില്ല, ക്രിസ്മസ് എക്സാം നടന്നിട്ടില്ല. സോ ഈ 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇനി മുതൽ ഓരോ ചാപ്റ്ററും വായിക്കേണ്ടത്. കാരണം അപ്പം നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്താണ് ചോദിക്കാനുള്ളത്, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരാനുള്ളത്. ഇനി ഓരോ ചാപ്റ്ററിന് വളരെ പെട്ടെന്ന് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. ആദ്യത്തെ
ചാപ്റ്റർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അതിലൊരു നറേഷൻ, അതായത് മിസ്റ്റർ ജോണിന്റെ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. മിസ്റ്റർ ജോണിന്റെ ക്യാരക്ടർ സ്കെച്ച് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. AJ ക്രോണിന്റെ അല്ലെങ്കിൽ മിസ്റ്റർ ജോണിന്റെ ഡയറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ദെൻ ഈ പറയുന്ന നറേഷൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കോഴ്സുകളും ടാക്കിൾ ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തുന്നു. അടുത്ത ചാപ്റ്റർ അതൊരു പോയമാണ്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. നിങ്ങളത് ലൈൻ ബൈ ലൈൻ വായിച്ച് അപ്രിസിയേഷൻ പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് 4 സിംഗിൾ സ്റ്റോറിയാണ്. 4 സിംഗിൾ സ്റ്റോറീസ് ആണ്. അതിച്ചിയുടെ ബുക്സിനെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി, അതിച്ചിയുടെ ഫിദയെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി, അതിച്ചിയുടെ അമേരിക്കൻ റൂംമേറ്റിനും അതിച്ചിയുടെ അമേരിക്കൻ പ്രൊഫസറിനും ആഫ്രിക്കയെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി. ഇത് 4 കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ഇത് ഒരുമിച്ചോ അല്ലാതെ ഒരു ചോദ്യം നിങ്ങൾ അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ട. പ്ലസ് അതിച്ചിയോട് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 6 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം. അത് ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നു. അവിടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അവിടെയും നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ കൂടുതൽ സാധ്യത പൊട്ടൻഷ്യൽ ഉള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർത്ത എന്ന് പറയുന്ന ഒരു 14-year-old മെക്സിക്കൻ അമേരിക്കൻ ഗേളിൻ്റെ ഡിറ്റർമിനേഷനും പെർസീവറൻസും അവളെ സക്സസിലേക്ക് എത്തിച്ചത് എന്നുള്ളൊരു റൈറ്റപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സർ, മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് സാധ്യത വളരെ കുറവാണ്. കാരണം 2023 ഡിസംബറിൽ നടന്ന ക്രിസ്മസ് എക്സാമിൽ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ക്യാരക്ടർ സ്കെച്ച്, യെസ് യു ഗസ്റ്റ് ഇറ്റ് റൈറ്റ്, മാർത്തയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ്. മാർത്തയുടെ ഒരു സ്പീച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാർത്ത ഈ ഇൻസിഡൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ടിന് അയക്കുന്ന ലെറ്റർ ഓർ ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ നറേഷൻ കൃത്യമായി പഠിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തത് പോയട്രി ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോയമാണ്. 3 സ്റ്റാൻസ് 45 വരി വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പോയം. പക്ഷെ അതും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പെങ്കിലും ലൈൻ ബൈ ലൈൻ വായിച്ച് അപ്രിസിയേഷൻ പഠിച്ചു വെക്കണം. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, The Never Nest. സെഡ്രിക് മൗണ്ട് എഴുതിയ ഗംഭീരമായിട്ടൊരു 1-act പ്ലേ ആണത്. അത് പലപ്പോഴും നമ്മൾ ഭയങ്കര ഫോക്കസ് കൊടുക്കാതെ പഠിച്ചു പോകുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയിൽ 2023 7 മാർക്കിൻ്റെ ആദ്യത്തെ എസ്സേ ക്വസ്റ്റ്യൻ വന്നത് ദ നെവർ നെസ്റ്റ് എന്നായിരുന്നു. അപ്പോൾ അവിടെ ഓൺജെയിൻ്റെയും ജാക്കൻജിൻ്റെയും കഥ മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾ ഭയങ്കര ഡെപ്തിൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ പഠിക്കണം. ഓക്കെ ആണോ? അവിടെ ഓൺ ചെയിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ ഒറ്റ കാര്യം കൂടെ ഗ്രാമറാണത്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗ്രാമറുമായി ബന്ധപ്പെട്ട കോണ്ടന്റ് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. അതൊക്കെ മുടങ്ങാതെ കാണുക, കൃത്യമായി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുക. ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഞാൻ എല്ലാ കാലത്തും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗ്രാമറിൽ അല്ലെങ്കിൽ ഏതൊരു സ്കില്ലിലായാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളുണ്ട്. ആ റൂൾ ഇതാണ്: ഡോണ്ട് പ്രാക്ടീസ് അൺടിൽ യു ഗെറ്റ് ഇറ്റ് റൈറ്റ്, പ്രാക്ടീസ് അൺടിൽ യു കാൺ ഗെറ്റ് ഇറ്റ് റോങ്. ഒരു ചോദ്യം ഒരു തവണ ശരിയായി അവിടെ നിർത്തരുത്. അതൊരു കാലത്തും തെറ്റാത്ത രീതിയിൽ അത്രമേൽ കോൺഫിഡൻ്റ് ആയി നമ്മൾ നിൽക്കുന്ന കാലം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11-ാം തീയതി മാത്സിൻ്റെ എക്സാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 12-ാം തീയതി ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ്. 80 മാർക്കിൻ്റെ വലിയ പരീക്ഷയാണ്. സോ ഇത്തവണ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ എന്തോ ചെയ്തോ അത് വിഷയമല്ല. പക്ഷേ ഇത്തവണ 70-ന് മുകളിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പരീക്ഷ നമുക്ക് അത്രമേൽ ക്രൂഷ്യലാണ്. വിട്ടുകൊടുക്കരുത് ഒരു കാരണവശാലും. ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക, ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. സൈറം ഫുൾ പവറായിട്ട് നിങ്ങളെ ബാക്ക് ചെയ്യാനുണ്ടാവും. സോ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് എൻ്റെ നിങ്ങളോടുള്ള കുഞ്ഞു സജഷൻസ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ചുള്ള ആശങ്കകൾ ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ വരുന്ന ദിവസങ്ങളിൽ സോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചുസ, സൈനിങ് ഓഫ്. താങ്ക് യു.